BD സതീശനല്ല ആർക്കും പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നേതാവിൽ ആരെങ്കിലും പറഞ്ഞോ എന്റെ രാഷ്ട്രീയ ഭാവി ഞാൻ വനവാസത്തിന് വിടുന്ന ആരെങ്കിലും പറഞ്ഞോ? BD സതീശനല്ല പറഞ്ഞത്. ഇലക്ഷന് മുമ്പേ വോട്ടിന് മുമ്പേ പറഞ്ഞു. അത്ര ആർജം ഉണ്ടെങ്കിൽ കരുത്തത്തേനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ നയിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം നയിച്ചാൽ മാത്രമേ ഈ കോൺഗ്രസ് നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചു പോകും. വരും കാലങ്ങളിൽ കോൺഗ്രസ് നശിച്ചു പോകും. നിങ്ങളെ അഭിപ്രായം ഒന്നും കണക്കിലെടുക്കാതെ KC വേണുഗോപാലിനെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വരാൻ പാടില്ല. വരാൻ പാടില്ല. വന്നാൽ ഈ കേരളത്തിൽ അടുത്ത പ്രാവശ്യം ഇവിടെ BJP മുന്നേറും. കോൺഗ്രസ് നശിച്ചു. കാരണം ശരിക്കും മാറുന്ന ആൾക്കാർ തിരിച്ചു വന്നു. കടാക്ഷൽ തിരിച്ചു വന്നു. പല ഇവിടെ വിസ്ഫോടനം നടത്തി. അത് BDക്ക് മാത്രമേ കഴിയുള്ളൂ. BDയുടെ കഴിവാണ് ഈ പിന്തുണയ്ക്കെന്ന് പറയുന്ന ചാനലിൽ പറഞ്ഞ MLA-മാരടക്കം ഞാൻ പറയുന്നു. അവർ കേൾക്കാൻ വേണ്ടി പറയണേ. പിന്തുണയ്ക്കുന്ന ഒരു ചാനലിൽ പറയുന്ന MLA പറയുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പറയുന്നു, അവർ കിട്ടിയ 90% വോട്ട് BDയുടെ കഴിവാണ്. BD സതീശന്റെ കഴിവാണ്. ഒരു സംശയം വേണ്ട. BD എന്തായാലും ഇതാണ് ഇപ്പോൾ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരുടെ വികാരം എന്ന് പറയുന്നത്. അവർ പറയുന്നത് BD സതീശിനൊപ്പം മറ്റൊരു പേരില്ല. കാരണം ഘടകകക്ഷികളായാലും നിലവിൽ ഏത് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി ജയിച്ചു വന്ന ആളുകളായാലും അവരുടെ എല്ലാം വോട്ട് ഇത്രയും വർദ്ധിക്കാൻ കാരണം, അവർക്ക് വിജയിച്ചു വരാൻ കാരണം അത് VD സതീശനാണ്. VD സതീശൻ കഴിഞ്ഞ 5 വർഷമായി നടത്തിയ പ്രവർത്തനങ്ങളാണ് മുന്നണിയെ അധികാരത്തിലെത്തിച്ചത്, ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. ഏത് മറ്റൊരു നേതാവ് വന്നാലും അത് BJPക്ക് പരവനാതി വിരിച്ചു കൊടുക്കുന്നതിന് സമാനമായിരിക്കും എന്നുള്ളതാണ് ഈ നിലവിൽ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം മുദ്രാവാക്യം, ഇതൊരു വിജയത്തിലുള്ള ആഹ്ലാദ പ്രകടനം, അതിനൊപ്പം VD സതീശനായുള്ള ഒരു ആവേശ പ്രകടനം എന്നതിനൊക്കെ അപ്പുറം വലിയൊരു പ്രതിഷേധം, AICCയുടെ കണ്ണു തുറപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ VD സതീശന് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ ഒന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തേണ്ടവരല്ല. VD സതീശനാണ് പ്രയത്നിച്ചത്. VD സതീശനാണ് എല്ലാ തരത്തിലും ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ VD സതീശൻ മാത്രമേ മുഖ്യമന്ത്രിയാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ മുദ്രാവാക്യം വിളികളിലൂടെ ഒക്കെ അടയാളപ്പെടുത്തുന്നത്. എന്തായാലും എന്ത് തീരുമാനം AICC എടുക്കുമെന്ന് അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുകയാണ്. VD സതീശന് വേണ്ടി ഈ തിരുവനന്തപുരത്തെ നഗരത്തിൽ തന്നെ ഇത്രയും വലിയൊരു പ്രകടനം നടക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനഘട്ട ചർച്ചയ്ക്കായി AICC ഹൈക്കമാൻഡ് എന്തോ തീരുമാനമെടുത്ത് ആ തീരുമാനം അറിയിക്കാനായി അവസാന ചർച്ചയ്ക്കായി VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും എല്ലാം വിളിച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക്. അതിന് പുറപ്പെടാൻ മണിക്കൂറുകൾക്കകം ഏകദേശം 7 മണിയോടുകൂടി 3 പേരും ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാനിരിക്കുകയാണ്. അതിനിടയിലാണ് VD സതീശനായി ഹൈക്കമാൻഡിനെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന നിലയിലുള്ള പ്രകടനം ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പരിസരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.